ഒന്ന്, ഈ വിവാദത്തെ വലിയ കഴമ്പുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം ഓരോ ദിവസവും 15 മുതൽ 20 വരെ വീഡിയോ കോൺഫറൻസിങ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, 15 മുതൽ 20 വീഡിയോ കോൺഫറൻസിങ് ചെയ്ത് ഇവിടെ എന്താണ് നടക്കുന്നത്, ഓരോ കാര്യങ്ങളും മിനിറ്റ് ബൈ മിനിറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ എടുക്കേണ്ടുന്ന ഡിസിഷൻസ് എടുക്കുവാൻ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നന്നായി കൈകാര്യം ചെയ്തു എന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ ഞാനിവിടെ ഈ സമയത്ത് ഞാൻ ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി ഗവൺമെൻറ് ഞാൻ അറിയിച്ചിട്ടാണ് ഞാൻ ഈ ചാർജ് എടുത്തത്. കാരണം ഞാനൊരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ലണ്ടനിലാണ്. ആ സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് വിസയും മറ്റുമൊക്കെ എൻ്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവസാന നിമിഷത്തിൽ ഫെസ്റ്റിവലിന് വേണ്ടി എനിക്കതിനു വേണ്ടി മാറാൻ കഴിയില്ല എന്നുള്ള എൻ്റെ അസൗകര്യം ഞാൻ അറിയിച്ചിട്ടും അത് എഗ്രി ചെയ്തിട്ടുമാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അത്തരത്തിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നോ എൻ്റെ കയ്യിൽ നിന്നോ ഒരു നിരുത്തരവാദപരമായ ഒരു നീക്കം ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നു വിർച്വലി. കോവിഡ് നമ്മളെ പഠിപ്പിച്ചത് എന്താ? വി ക്യാൻ വർക്ക് വിർച്വലി. എവറി മൊമെൻറ്റ് ഐ വാസ് ഹിയർ. എവറി ഡിസിഷൻ. ആക്ച്വലി ഫെസ്റ്റിവൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി അവിടുത്തെ സമയം 3 മണിക്കും 3:30 മണിക്കും 4 മണിക്കും 4:30 മണിക്കും 5 മണിക്കും ഒക്കെ ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റേഴ്സുമായിട്ടും അവിടുത്തെ ബ്യൂറോക്രസിയുമായിട്ടും സംസാരിച്ച് നമ്മുടെ ഓരോ നൂലാമാലകൾ ഞാൻ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോകുന്നതിന് മുൻപും നമ്മുടെ ഇവിടുത്തെ വന്നിരിക്കുന്ന 35ഓളം ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സിന് വേണ്ടുന്ന പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിസ അപ്ലൈ ചെയ്യുന്നതിനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ എന്നെ ടാഗോർ തിയേറ്ററിൻ്റെ കവലയിലിരുന്ന് നിങ്ങൾ എന്നെ കണ്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റ് എല്ലാ ഫങ്ഷനിങ്ങിലും, ഒരു അക്കാഡമിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഫങ്ഷനിങ്ങിലും ഒരു ചെയർമാൻ എന്ന നിലയിൽ എന്തൊക്കെയാണോ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത് അതെല്ലാം സമയത്തിന് മുൻപായി എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, ഗവൺമെൻറ്റുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ ഡിസിഷൻ വരുമ്പോഴും അത് ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടാണ്, ഞാനും മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്, തീരുമാനം എടുത്തിട്ടുള്ളത്, എന്നെ അറിയിച്ചിട്ടുള്ളത്, ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ യാതൊരു വീഴ്ചയും വന്നിട്ടില്ല, യാതൊരു പകപ്പിഴയും വന്നിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഇന്ന് ഇഫ്കയുടെ 30ാമത്തെ എഡിഷനിൽ ഇവിടെ ഉണ്ടായ ക്രൈസിസ് ഞാനിവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ടായാനെ. അത് നമ്മൾ ആ ക്രൈസിൽ നിന്ന് പുറത്തു വരുന്നതും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നേനെ. ഇതൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതെ, അതാണല്ലോ ക്രൈസിസ്. ഇഫ്കയുടെ 30ാം എഡിഷനിലുണ്ടായ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് അതാണ്. ആ ക്രൈസിസ് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായാനെ. തീർച്ചയായിട്ടും ഇല്ല. ഞാൻ അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് എല്ലാ വർഷവും നമ്മൾ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഇതിന് മുൻപും GCയിൽ ഇരുന്നിട്ടുണ്ട്, നമ്മുടെ ഇഫ്കയുടെ GCയിലുണ്ട്. അപ്പം ഞാനിത് പരിചയമില്ലാത്ത ഒരാളാണ് പറയുന്നത് നിങ്ങൾ കരുതണ്ട. നമുക്ക് ഫിലിം മേക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ ബിസിനസ് വിസയിൽ വന്നാൽ മതി. ബിസിനസ് വിസയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ബിസിനസ് വിസയ്ക്ക് അത്ര വലിയ നൂലാമാലകളൊന്നുമില്ല. ഇത്തവണ നമ്മുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുൻപ് IB ഒരു നോട്ടീസ് ഞങ്ങൾക്ക് അയച്ചു. എനിക്ക് നേരിട്ടാണ് നോട്ടീസ് കിട്ടിയത്. ആ നോട്ടീസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇത്തവണ വരുന്ന എല്ലാ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സും കോൺഫറൻസ് അല്ലെങ്കിൽ സിമ്പോസിയം എന്ന കാറ്റഗറിയിലുള്ള വിസയിൽ മാത്രമേ വരാൻ പാടുള്ളൂ. കൃത്യമായി ഇത് പാലിക്കണം എന്നുള്ള നിർദ്ദേശം IBയിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് എന്നെ അറിയിച്ചു. ആ കോൺഫറൻസ് വിസ അപ്ലൈ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നൂലാമാലയാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യണം, എല്ലാ ലിസ്റ്റും കൊടുക്കണം. അതൊരു പോർട്ടലിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ആരുമായിട്ടും സംസാരിക്കാൻ പറ്റത്തില്ല. ക്രെഡിറ്റ് കാർഡുകാരോട് സംസാരിക്കുന്നതൊക്കെയാണ്, ആരുമില്ല. പോർട്ടൽ എന്താണോ പറയുന്നത് അത് നമ്മൾ പിന്നെ ചെയ്യണം. അപ്പോൾ അതിന് കാലതാമസം വരും. പോർട്ടൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരവസരത്തിൽ 35 ഡെലിഗേറ്റ്സും ഇവിടെ എത്തിച്ചേരില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരിട്ട് ഡൽഹിയിൽ പോയി നേരിട്ട് സംസാരിച്ചു. ആദ്യം വിസ അപ്ലൈ ചെയ്യുന്നതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയെങ്കിൽ മാത്രമേ വിസ നമുക്ക് അപ്ലൈ ചെയ്യാനും വിസ കിട്ടുമെന്നുള്ളൊരു കാര്യം നമുക്കറിയുള്ളൂ. ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരുന്നത് നമുക്ക് ഡിസംബർ 2-ാം തീയതിയാണ്. ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുമ്പോൾ നമുക്കറിയുന്നത് ഇന്ന ആളുകളാണ് നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് വരുന്നത്. പല കൺട്രികളിൽ നിന്നുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് തന്നില്ല. ഞാൻ ഏത് കൺട്രിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ വളരെ നമ്മുടെ വിദേശകാര്യ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ആ ലിസ്റ്റിന് ശേഷമാണ്
നമ്മൾ ഇന്ന സിനിമകൾ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകളിൽ നിന്ന് ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ലിസ്റ്റ് 3-ാം തീയതി നമ്മൾ കൊടുത്തു. 2-ാം തീയതി പൊളിറ്റിക്കൽ ക്ലിയറൻസ് വരുന്നു, 3-ാം തീയതി നമ്മളെ ലിസ്റ്റ് കൊടുത്തു. ആദ്യത്തെ ലോട്ടിൽ 6-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ, 6-ാം തീയതി മറ്റോ നമ്മൾ അപ്ലൈ ചെയ്തതിന് 3-ാമത്തെ ദിവസം 187 സിനിമകൾക്കും പ്രദർശനാനുമതി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് INB നമുക്ക് നോട്ടീസ് വന്നു. അതായത് ഈ ഫെസ്റ്റിവൽ പോലും നടക്കുകയില്ല എന്നൊരവസ്ഥയായിരുന്നു ഫെസ്റ്റിവൽ തുടങ്ങുന്ന ഒരു ദിവസം മുമ്പുള്ള അവസ്ഥ. പിന്നെ ഞാൻ പിന്നെ മറ്റ് പലരുമായി ബന്ധപ്പെട്ടും ഹയർ ബ്യൂറോക്രസി ആയിട്ടും മിനിസ്റ്ററുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഡോക്ടർ ശശി തരൂർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാര്യത്തിൽ. അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കത്തിന് ശേഷമാണ് ഈ സിനിമകൾ ബാച്ച് ബൈ ബാച്ചായിട്ട് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടുന്നു. ആദ്യം ഒരു 100 സിനിമകൾ റിലീസ് ചെയ്തു, അത് കഴിഞ്ഞൊരു 20 സിനിമകൾ റിലീസ് ചെയ്തു, ഇങ്ങനെ ബാച്ച് ബൈ ബാച്ചായിട്ട് റിലീസ് ചെയ്തു. അപ്പോൾ ഒരു സിറ്റുവേഷനിലെത്തി നമുക്ക് ഒരു ഷോ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന് കാരണം നമ്മളോട് അവർ ഓറലി പറയുന്നത് ഇന്ന സിനിമകൾ ഓക്കെ പാസ്റ്റാണ്, നിങ്ങൾക്ക് കാണിക്കാം എന്ന് പറയും. പക്ഷേ റിട്ടേൺ ഓർഡർ വരുമ്പോൾ ആ ഓർഡറിൽ വ്യത്യാസമുണ്ട്. ഓറലി നമ്മളോട് പറഞ്ഞ സിനിമകൾ റിട്ടേൺ ഓർഡറിൽ ഇല്ല. അങ്ങനെ വന്ന അവസരത്തിലാണ് ഒരു ദിവസം നമുക്ക് 4 ഷോ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. ആ അവസരത്തിൽ ഞാൻ ഡോക്ടർ സജി ചെറിയാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു, CM ഓഫീസുമായിട്ട് സംസാരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് കേരളം ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നത്. എന്ത് വന്നാലും ഈ സിനിമകൾ കാണിക്കും എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത്. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള 19 സിനിമകളിൽ 12 സിനിമകളും അവർ ഒറ്റ രാത്രി കൊണ്ട് അത് ക്ലിയർ ചെയ്തു തന്നത്. കാരണം എന്തുകൊണ്ട് സിനിമ ക്ലിയർ ചെയ്ത് തരുന്നില്ല എന്നുള്ളതിന് ഒരു റീസണും INB പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. ഈ കേസ് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ചിട്ട് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്നുള്ളതല്ലാതെ ഒഫീഷ്യലി ഒരു കാരണങ്ങളും കാണിക്കാറില്ല. MEAക്ക് റെഫർ ചെയ്തു എന്നുള്ള കാര്യം പോലും ഒഫീഷ്യലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. MEAയിലേക്ക് റെഫർ ചെയ്യുന്നത് ഒരു ശനിയാഴ്ചയാണ്. ഇപ്പോൾ ബ്യൂറോക്രസി അതിൻ്റെതായ സമയമെടുക്കും. ഞാൻ അത് 10 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. എന്നിട്ടും യാതൊരു ഇതും ക്ലിയറൻസും വരാതെ വന്നപ്പോൾ ഞാൻ ഡോക്ടർ ശശി തരൂർ വഴി ഡോക്ടർ ജയശങ്കറുമായിട്ട് സംസാരിച്ചു, മിനിസ്റ്ററോട് സംസാരിച്ചപ്പോൾ എന്നോട് മിനിസ്റ്റർ പറഞ്ഞത് INB ഇത് ലിസ്റ്റ് ഇതുവരെ ഫോർവേഡ് ചെയ്തിട്ടില്ലെന്നാണ്. പിറ്റേന്ന് ഞായറാഴ്ച ലിസ്റ്റ് പോകുന്നത് തിങ്കളാഴ്ചയാണ്. ആ ഡിലേ, ഇതെല്ലാം ബ്യൂറോക്രസിയുടെ ഡിലേകളാണ്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മനഃപൂർവ്വം വരുത്തുന്നതാണോ അതോ അവർ ദേ ആർ ഗോയിങ് ബൈ ദ റൂൾ ബുക്ക്, വി ഡോണ്ട് നോ. അങ്ങനെയാണ് MEAക്ക് എത്താൻ താമസിക്കുന്നത്. നമ്മൾ ഗവൺമെൻറ് ഓഫ് കേരള വളരെ സ്ട്രോങ് ആയ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ട് ബാക്കി എല്ലാ സിനിമകളും നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടിയത്. അപ്പോൾ 187 സിനിമകളിൽ 180 അവർ ക്ലിയർ ചെയ്തു. ഞാൻ ഹയർ ബ്യൂറോക്രസിയുമായിട്ട് സംസാരിക്കുന്ന അവസ്ഥയിൽ അവരെന്നോട് പറഞ്ഞു, നമുക്ക് ഒരു വർഷത്തിൽ 500 ചലച്ചിത്ര മേളകൾ ഇന്ത്യയിൽ സംഘടിപ്പിക്കാറുണ്ട്. ഈ 500 മേളകൾക്ക് ഞങ്ങൾ അനുമതി കൊടുക്കാറുണ്ട്. അവിടെ വരുന്ന എല്ലാ 100% സിനിമകൾക്കും നമ്മൾ അനുമതി കൊടുക്കാറില്ല. ചിലപ്പം 90% സിനിമകൾക്ക് നമ്മൾ അനുമതി കൊടുക്കാം. കഴിഞ്ഞ ദിവസം എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 187 സിനിമകൾ 180 നമ്മൾ തന്നു. അതിൽ ഒരു സിനിമ CBFC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മുടെ സ്ക്രീനിങ് ലിസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തു മാറ്റിയ സിനിമയാണ്. അപ്പോൾ 6 സിനിമകൾ മാത്രമേ നമുക്ക് അനുമതി കിട്ടാതിരുന്നുള്ളൂ. നമ്മളെടുത്ത ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വെച്ചിട്ട്, കേരള ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ് വെച്ചിട്ട് എനിക്ക് ആ സിനിമ കാണിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗവേണൻസിൽ 2 തലമുണ്ട്. ഒന്ന് ഒരു പൊളിറ്റിക്കൽ വശം, ഒരു പൊളിറ്റിക്കൽ ഗവേണൻസ് ഉണ്ട്. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുണ്ട്. അപ്പോൾ ഉദ്യോഗ തലത്തിൽ നിന്ന് എന്നോട് ചീഫ് സെക്രട്ടറി എനിക്ക് ഇന്നലെ ഒരു നോട്ട് അയച്ചിട്ട് പറഞ്ഞു, INBയിൽ നിന്ന് കൃത്യമായ ഉത്തരവുണ്ട്, സെക്ഷൻ 9 കംപ്ലയൻസസ് നിങ്ങൾ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. സ്പെഷ്യലായി ചീഫ് സെക്രട്ടറി എനിക്ക് നോട്ട് അയച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഞാനും ചലച്ചിത്ര അക്കാദമിയുടെ മറ്റ് ഭാരവാഹികളുമായിട്ട് ആലോചിച്ചിട്ട് ഞാനൊരു തീരുമാനമെടുത്ത് ഈ 6 സിനിമ നമുക്ക് മാറ്റിവെക്കാം. ഈ 6 സിനിമകൾ ഒരുപക്ഷെ നമ്മൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നില്ല. അതിനുള്ളൊരു കാരണം, ഈ സിനിമകൾക്ക് പ്രദർശനാനുമതി തരാതിരുന്നതിനുള്ള കാരണം എനിക്കറിയാൻ കഴിഞ്ഞത് അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഒരു ഡെഫിയൻ്റായ ഒരു സ്റ്റാൻഡ് ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ കേരള ചലച്ചിത്ര അക്കാദമി എടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്, ഗവൺമെൻറ്റിനല്ല. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട്
ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി തരുന്നില്ല എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ എന്നോട് പറയുകയും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഞാനത് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അക്കാരണത്താൽ 6 സിനിമകൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് പ്രകാരം കാണിക്കുമെന്ന് പറഞ്ഞിട്ടെങ്കിലും അത് മേളയുടെ ഭാഗമായി നമ്മൾ കാണിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ വെള്ളം ചേർക്കുന്ന തരത്തിലാണോ ബ്യൂറോക്രസിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്? അങ്ങനെയല്ല. ഇഫ് യു ഗോ ബൈ റൂൾ ബുക്ക്, ഇഫ് യു ആക്ച്വലി ഗോ ബൈ റൂൾ ബുക്ക്, ദേ ക്യാൻ ഡു, ദ ബ്യൂറോക്രസി ക്യാൻ ഡു എനിത്തിങ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓഫ് കോഴ്സ് ഈ ഒരു മൊത്തം പ്രശ്നത്തിൽ ഒരു ബ്യൂറോക്രസിയുടെ ഓവർ സിലസ്നെസ്, ഒരു ബ്യൂറോക്രസിയുടെ ഓവർ കോഷ്യസ്നെസ് ഇതിൽ വന്നിട്ടുണ്ട്. അത് ബ്യൂറോക്രാറ്റിക് തലത്തിൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡീൽ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ, അതായത് പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ്സ്, അവർ ഇത് കേൾക്കുമ്പോൾ തന്നെ അവരും ആകെ ഞെട്ടിയിരിക്കുകയാണ്, എന്താ ഇങ്ങനെ പറയുന്നത്. കാരണം INB, they themselves conduct a festival. They know the intricacies of the festival. They conduct IFFI. They know what is involved in it. So when situation came into that position, they were very cooperative. They were very understanding. They were very. They did everything possible, to make it happen. ഗവൺമെന്റിന്റെ പോളിസി ഡിസിഷൻ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ചീഫ് സെക്രട്ടറി എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ INB നയങ്ങൾ? ആ ചോദ്യം നിങ്ങൾ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കേണ്ടതാണ്. Did you expect an answer? ചീഫ് സെക്രട്ടറിയോട് പിന്നെ how can I answer for chief secretary? Did you expect a stand like that from the chief secretary when the government has taken a decision? I do not know. See, government, that's what I'm telling you. You have to understand what is governance. There is a political aspect to the government and there's an administrative aspect to the government. Now, are you telling me that I should go against the India's external affairs policy? Even if you tell me whoever you are, I won't go. India comes first. My country comes first. I am not going to water it down. It's a cultural festival. There is no reason for us to be defiant. We are filmmakers. We tell stories so that our people can be sensitized. Our people can be, we can spread love and amity, not hatred. So I do not want to do that. ശരിയായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും കാലം തെളിയിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ആ നിലപാട് ശരിയായിരുന്നു എന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഉത്തരം പറയുക? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്? എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ? ആണോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ ആളുകളല്ലേ, ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ. നമ്മൾ അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന്റെ നിലപാടുകൾ പൊള്ളത്തരമായിരുന്നു എന്നുള്ള തിരിച്ചൊരു ചോദ്യം കൂടി. അങ്ങനെയല്ല. അതെങ്ങനെയാണ് പൊള്ളത്തരമാകുക? അത് അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ഓഫ് എ ഗവൺമെന്റ്. വി ആർ Indians first, then comes everything. I did not object to government of MEA's decision of not giving exemption to 6 or 7 filmmakers, right? 6 filmmakers came from different countries. I don't want to name the country. I did not object. We can't object. And we should not object. ചില ഫിലിം മേക്കേഴ്സിനുള്ള പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അവർ പേര് പറയട്ടെ, ഏത് കൺട്രീസിലുള്ള ഫിലിം മേക്കേഴ്സാണ് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കാൻ? നിങ്ങൾ ചുവഞ്ഞെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാലും? അത് വേണ്ട, അത് പറയണ്ട. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ, നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനമല്ല അത്, കേട്ടോ. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നോ? അതുകൊണ്ടാണല്ലോ MEA പറഞ്ഞത് ഇന്ന കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് പോകണമോ? ഒന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ന ഫിലിം മേക്കേഴ്സ് വരുന്നില്ല. ഇപ്പോൾ ഇന്ന കൺട്രിയിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കാൻ അവസ്ഥ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ആ ഫിലിം മേക്കേഴ്സ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ വന്നാൽ എന്താ ചെയ്യുക? നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോനെ. ഞാൻ പറയുന്നത് 6 സിനിമകളാണ് നമുക്ക് കാണിക്കാൻ പറ്റാതായി പോകുന്നത്. ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി 6 സിനിമകൾ കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ആ കാരണം ഇന്നതാണ്.
നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളിവിടെ സിനിമ കാണണമെന്നാണോ പറയുന്നത്? അതാണോ നമ്മളുടെ കൾച്ചറൽ എന്തൂസിയാസം? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സിനിമകൾ നമുക്ക് കാണാം. പക്ഷേ ഒരു ഗവൺമെൻറ് നമ്മളോട് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ് ബോഡിയോട് പറയുകയാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല. വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി. വി ഹാവ് ഇലക്റ്റഡ് എ ഗവൺമെൻറ്. വാട്ട് എവർ ഈസ് ദെയർ പൊളിറ്റിക്കൽ ചോയ്സ് വി ഹാവ് ടു അക്സെപ്റ്റ്. സ്കെഡ്യൂൾ ഇട്ടതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിന് ആ സ്കെഡ്യൂൾ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സിനിമയുള്ള പുസ്തകം ഉണ്ടാക്കണ്ടേ മോനെ? ഇന്ന ആളുകൾ വന്നെങ്കിലല്ലേ ഇന്ന സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പുസ്തകം നമ്മൾ അച്ചടിച്ച് കഴിഞ്ഞു, ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷമാണല്ലോ നമുക്ക് ക്ലിയറൻസ് കിട്ടാതെ വരുന്നത്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഒരു 4 സിനിമ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിട്ടുകളയും. ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള പരാതി അതിനകത്ത് നടപടിയെടുക്കുന്നതിൽ വൈകി എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം യാതൊരു പാഴ്ചയും അതിലുണ്ടായിട്ടില്ല. ഒരു നിമിഷം പോലും ആ നിയമ നടപടികൾ വൈകിട്ടില്ല. സത്വര നടപടികൾ എടുത്തിട്ടുണ്ട്. ആരാണ് ചോദ്യം ചോദിച്ചത്? ചലച്ചിത്ര അക്കാദമി അവൾക്കൊപ്പമാണോ അതോ കുഞ്ഞുമുഹമ്മദിനൊപ്പമാണോ? എന്തൊരു ചോദ്യമാണ് ഇഷ്ടം നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ കേരളം മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു? ഒരു നിമിഷം ഞാൻ തിരിച്ചു വെക്കട്ടെ. ഈ കേരളം മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു? അവൾക്കൊപ്പമായിരുന്നില്ലേ? കേരള ചലച്ചിത്ര അക്കാദമി എന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനതയും കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരും സിനിമാ പ്രേമികളും അവൾക്കൊപ്പമാണ്. നിസ്സംശയം പറയാം, 100 വട്ടം പറയാം, അവൾക്കൊപ്പമാണ്. വി ആർ വിത്ത് ദ സർവൈവേഴ്സ് ആൻഡ് വി വിൽ ബി ആൻഡ് വി വിൽ ടേക്ക് എക്സ്ട്രീം ആക്ഷൻ ആൻഡ് വി ഹാവ് ഓൾറെഡി ടേക്കൺ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ഓൾറെഡി ടേക്കൺ. ഇറ്റ് വാസ് നോട്ട് എ കംപ്ലൈൻറ്റ്, ഇറ്റ് വാസ് അപ്രൈസിങ് us. I don't want to go into the details of it, but we took it as a complaint and we have done whatever is required to be done. Law has taken its course and it will continue. Sir, ഈ same incident തന്നെ what measures have you taken to ensure accountability and a safe working environment? Now, please don't look at this issue as an issue only for film industry. Every industry in the country is facing, working women's environment, sexual harassment is a big problem in every industry across the spectrum. So when a government make a policy, government cannot only look at film industry as a sample sector. It has to look at everybody. So we are in the process, when there are people from all the stakeholders involved in creating the policies and the execution of the policy. I myself, immediately after this incident, I myself has written to the Chief Minister and given my point of notes, 7 or 8 points that we should immediately do. The Academy has taken and immediately sent a notice. I referred the case to the IC and IC has taken it down, and immediately I sent the Vice Chairman, who happened to be the IC, the chair of the IC, to the supervisor's house, and we met, we talked, and I have been constantly in touch with the person. Everything that needs to be done, it's been done. I have forwarded my note to the government. And I am supposed to take it up immediately after the festival and gets over, because we thrown into bigger trouble as the festival started. So please ദോഷകൃത്തുക്കളാകരുത്. ഇത് നമ്മുടെ എല്ലാ സഹോദരിമാരും അമ്മമാരും പെങ്ങന്മാരും ഒരു ജോബ് ചെയ്യുന്ന സ്ഥലത്ത് നേരിടുന്ന കാര്യങ്ങളാണ്. നമുക്ക് കൂട്ടായ്മയോടെ കൂടെ നിന്നതിനെ പരിഹരിക്കും. When I ask a question, I am giving an opportunity to clear your part. That's the thing. I am like you. How can you? Why are you looking at me as somebody else? Someone else? I am as inflicted as you. I am in the same position, and I have taken in my official responsibility. I have done everything at once, immediately. Called the person, spoken with her at length, did everything. Chief Minister has immediately taken the note, even though it was a holiday, he has immediately taken the note. Everything is done. Law is taking its course. Executive is taking the time. It's moving forward. Please be rest assured, we will have a policy, a film policy. Remember, the entire Me Too movement in the whole world, Kerala is the only industry that has taken a judicial position, put up an inquiry, put up a judicial system,
to fact find and give us, ask the judiciary to give us pointers so that how can we rectify it, and based on which we had a film policy meeting, and based on which we are deriving policies. Which government in the world has done it? ഹോളിവുഡിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായല്ലോ, കാലിഫോർണിയൻ ഗവർണർ എന്തെങ്കിലും ചെയ്തോ? യു കെയിൽ ഉണ്ടായല്ലോ ഇത്രയും വലിയ പ്രശ്നം, എന്തെങ്കിലും ചെയ്തോ അവര്? ഫ്രാൻസിലുണ്ടായല്ലോ, ഗവൺമെന്റ് ഓഫ് ഫ്രാൻസ്, the culturally overrated government in the whole world, the French people. Cinema is born there, literature is born there, philosophy is born there. What is that they have done? Kerala has done it. അത് കുറച്ച് കാണിക്കരുത് കേട്ടോ. We should be proud of what we are doing. IFFK സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ എന്താ പറയുക, പൊതുഅഭിപ്രായത്തിൽ ഈ വട്ടം ജനപങ്കാളിത്തത്തിനൊരു കുറവുണ്ട്, വൈബ് കുറവുണ്ട് എന്നുള്ളൊരു അഭിപ്രായമായി ഒരു വൈബ് ഉണ്ടായില്ല അല്ലേ? അത് വൈബിനുള്ള കാരണം ഇത്തവണ PWD നമ്മുടെ അടുത്ത് പറഞ്ഞ് സ്റ്റാളുകളൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. റോഡ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് സ്റ്റാൾ നടത്താനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടില്ല. പറയുമ്പോൾ എല്ലാം പറയണം. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വൈബ് കുറയോ ഇഷ്ട? 2 സ്റ്റാൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വൈബൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ മനസ്സിലാണ്. അത് അടുത്ത തവണ PWD ആയിട്ട് സംസാരിച്ചിട്ട് റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാൾ ഇടാനുള്ള പെർമിഷൻ കിട്ടിയില്ല. അത് അടുത്ത തവണ നമ്മൾ പരിഹരിക്കും. Sir, IFFK വേദി ലെസ് പൊളിറ്റിക്കൽ ആകുകയാണെന്ന് തോന്നുന്നു സാറിന് വരുന്നത്. എങ്ങനെ IFFK ലെസ് പൊളിറ്റിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓവർ ദ ടൈം എന്ന് സാറിന് തോന്നുന്നു. ലെസ് പൊളിറ്റിക്കലാ? നമ്മുടെ കോളേജുകൾ ലെസ് പൊളിറ്റിക്കൽ ആണോ? കോളേജിൽ രാഷ്ട്രീയം നിങ്ങൾ തടഞ്ഞില്ലേ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? കോളേജിൽ രാഷ്ട്രീയം നിരോധിച്ചില്ലേ? ഏത് തരത്തിലുള്ള കോളേജ് കുട്ടികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? അവരുടെ പൊളിറ്റിക്കൽ അവയർനെസ് എന്താണ്? Don't look at problem as one point of view. You have to look at it holistically. We have started it there. We have destroyed our formative youth in this country by barring politics in the colleges.